അടിപൊളി പെർഫോമൻസ്. ഡയറക്ഷൻ നല്ല അടിപൊളി ഡയറക്ഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കാട് ഉള്ള ഡയറക്ഷൻ നല്ല സൂപ്പറായിരുന്നു. ആ കൊള്ളാം നല്ല. അതുപോലെ ആ സൂരി നല്ല അടിപൊളി പെർഫോമൻസ്. സൂര്യയിലൊക്കെ ലാസ്റ്റ് നല്ല കിട്ടുന്ന പെർഫോമൻസ് ഒട്ടും മോശമായില്ല. ഫസ്റ്റിനെക്കാട്ടി കൂടുതൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ്. കാരണം എന്ന് പറഞ്ഞാൽ ആ വിജയ് സേതുപതിയുടെ ഒരു ഫാസ്റ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല പടം നല്ല സൂപ്പർ. നമുക്ക് മനസ്സിൽ നല്ലൊരു ഫീലിംഗ് കിട്ടുമായിരുന്നു. സൂപ്പർ പടം, അടിപൊളി സൂപ്പർ മൂവി. ഒരു ഇമോഷണൽ കണക്റ്റഡ് ആണ് പടം. ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലെവൽ തന്നെ വെട്ടർമാരൻ പിടിച്ചിട്ടുണ്ട്. വിജയ് സേതുവാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ മഞ്ജുവാരൻ്റെ നല്ലൊരു പെർഫോമൻസ് വിജയ് സേതു കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഫീൽ ഗുഡാണ്. വെട്ടർമാരുടെ വേറൊരു മാജിക് എന്ന് തന്നെ പറയാൻ പറ്റും. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും നമുക്കൊരു ഇമോഷൻ ഭയങ്കര കണക്റ്റഡ് ആണ്. സോ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ലെവലല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. വിജയ് സേതു ലീഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലാഷ് ബാക്കും ഇമോഷണൽ കണക്റ്റഡ് ആയിട്ട് സ്റ്റോറിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ലൈഫ് വെട്ടർമാരും പറഞ്ഞു പോകുന്നുണ്ട്. ആ ലൈഫാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ റേഞ്ച് അല്ലല്ലോ, ടോട്ടലി ഡിഫറെൻ്റ് ഒരു മേക്കിംഗ് അല്ലേ. തമിഴ് ഫിലിമാണ്, വെട്ടർമാരുടെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ആ സ്റ്റൈലിൻ്റെ സ്റ്റോറിയും ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റും തണ്ടും കട്ടക്ക് നിൽക്കുന്ന പടം കേട്ടോ. വീട്ടിലെ വിജയ് സേതുപതി കയറി കലക്കി. ഇതുപോലെ രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം പറയാൻ വേറൊരു സംവിധാനം ഇല്ല. ഒരു വെട്ടിമാരൻ പടം കേട്ടോ. കിട്ടിപ്പൻ എല്ലാവരും എല്ലാം ഒന്നിനൊന്നിനും വെച്ച കിട്ടിപ്പൻ പടം. അടിപൊളി പടം. വെട്ടിമാരൻ ഒന്നും പറയാല്ലേ. വെട്ടിമാരൻ സൂപ്പർ പടം. വെട്ടർമാരൻ വിജയ് സേതു സൂര്യയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ലെവലിൽ തന്നെ പടം പിടിച്ചിട്ടുണ്ട്.